നമ്മളെല്ലാവരും പൊതു സമൂഹത്തെയും ഇന്ത്യയിലെ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും നിരീക്ഷിക്കുന്നവരും അതിൽ പ്രവർത്തിക്കുന്നവരുമാണ്. രാഷ്ട്രീയ പാർട്ടികളിലും സംഘടനകളിലും പല പല ആശയത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നവരുണ്ട്. മതാധിഷ്ഠിത പാർട്ടികളും സംഘടനകളുമുണ്ട്. അതിലൊന്നാണ് ഹിന്ദുത്വ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന BJPയും അവരുടെ തീവ്ര മതസംഘടനയായ RSSഉം. അവർ ഇന്ത്യയിലെ ജനങ്ങളെ ഭൂരിപക്ഷത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന നിലയിൽ ഹിന്ദുത്വ വിഭാഗീയത കേരളത്തിലെ മനുഷ്യർക്കിടയിൽ വളർത്താൻ ശ്രമിക്കുന്നു. സഖാവ് M സ്വരാജ് പറഞ്ഞതുപോലെ, നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്ന വർഗീയത അത് RSS നയിക്കുന്ന BJP ആണ്. എന്നാൽ നമുക്ക് വേണ്ടത് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന, ഇടതുപക്ഷ ആശയ അടിത്തറയിൽ പ്രവർത്തിക്കുന്ന, നാളിതുവരെ ആയിട്ടും മുൻനിരയിൽ എത്താൻ പോലും പറ്റാത്തവരുടെ രാഷ്ട്രീയമാണ്. ഇത്തരത്തിൽ പുരോഗമനപരമായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘടനയാണ് DYFI. അതുപോലെ തന്നെ ഇസ്ലാമിക വർഗീയത ഉയർത്തിപ്പിടിക്കുന്ന സംഘടനയാണ് SDPIയും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടന. ഇത്തരം വർഗീയത ഉയർത്തിപ്പിടിക്കുന്ന സംഘടനയും നമുക്കിടയിൽ കണിശമായും എതിർക്കപ്പെടേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ, എല്ലാ വർഗീയ ശക്തികളും മനുഷ്യ പുരോഗതിക്ക് തടസ്സമാകുന്ന ഇത്തരം സംഘടനകൾ എതിർക്കപ്പെടുക തന്നെ വേണം. അതിന് DYFI പോലുള്ള യുവജന സംഘടന ഇവിടെ നമുക്കിടയിൽ വേണം. അതിൽ ഒരാളെങ്കിലും സഖാവായി ഉയർന്നു വരികയും നാടിന് നേതൃത്വം കൊടുക്കുന്ന തലത്തിലേക്ക് മാറുകയും ചെയ്ത് ഈ നാടിൻ്റെ ഭരണവർഗ സ്ഥിര കേന്ദ്രങ്ങളിലെ താക്കോൽ സ്ഥാനത്തേക്ക് എത്തപ്പെടുകയും ചെയ്യണം. അതിലുപരി ഈ നാടിൻ്റെ മുക്കിലും മൂലയിലും ജാതി മത വർഗ കോമരങ്ങൾ തുള്ളി മനുഷ്യ മനസ്സിൽ വർഗീയത സൃഷ്ടിക്കുന്നവർക്കെതിരെ പോരാടാൻ, ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ ഉയർന്നു വരണം. അതിനുവേണ്ടിയാണ് DYFI ഇത്തരം സമ്മേളനങ്ങളും കൂട്ടായ്മകളും ചർച്ചകളും ഉണ്ടാക്കിയെടുക്കുന്നതും അതിലൂടെ നമ്മുടെ ആശയങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നത്.